കാടായിട്ട് തോന്നും, പക്ഷേ ഇത് ഞങ്ങളുടെ കൊഴുപ്പച്ചീര ഉണ്ടാ. ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ ഒരു തോരനാണ് കൊഴുപ്പച്ചീര തോരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചീരയാണിത്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ താഴെ വളരെ പൊക്കത്തിൽ വളർന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂമ്പാണ് ഞാൻ കൂടുതൽ എടുക്കുക, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അല്ലെങ്കിൽ ഒരു കട്ടിപ്പ് ഇതിൻ്റെ തണ്ടിനൊരു ഇങ്ങനൊരു പൈപ്പ് പോലത്തെ തണ്ടാണ്ട, ഭയങ്കരമായിട്ട് നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാവും ഇത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു തളിർത്ത തണ്ടുകൾ എടുക്കാറ്. ഞങ്ങൾ ഇത് എത്ര പറിച്ച് കളഞ്ഞാലും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പടർന്ന് വരും, കാട് പോലെ ഇങ്ങനെ വരും, കുറേ ഉണ്ടാവും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ. ഞങ്ങൾ കുറേ മുറ്റത്ത് ഇങ്ങനെ പുല്ലാണെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കളഞ്ഞിട്ടുണ്ട്, പക്ഷേ പുല്ലല്ലാന്ന് പിന്നെയും മനസ്സിലായത്. പിന്നെ ഇപ്പം അങ്ങനെ കളയാറില്ല, പിന്നെയും കുറേ വലുതായി കേടാവുമ്പോൾ ഞങ്ങൾ പറിച്ച് കളയും. പറിച്ച് എവിടേക്ക് ഇടണോ അവിടെ വീണ്ടും വളരും. ഇപ്പം ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ കുത്തുകളുണ്ടാവും. അപ്പോൾ ഇതെന്തായാലും മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കഴുകിയിട്ട് ഞാൻ എടുക്കുള്ളൂ. നമ്മുടെ വീട്ടിൽ വളരണമെങ്കിൽ കുഴപ്പമില്ല, എന്നാലും പക്ഷേ ഒരു മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് ഞാൻ കഴുകി എടുക്കുള്ളത്. ഇനി കുറച്ച് നേരം ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഞാനിതിനെ ഇട്ട് വയ്ക്കും. എന്നിട്ട് ഞാനിത് അരിഞ്ഞ് പരിപ്പിട്ട് തോരനുണ്ടാക്കും. ചെറുതാക്കി ഇങ്ങനെ ചെറുതരിഞ്ഞ് ഈ സമയം കൊണ്ടൊക്കെ പരിപ്പ് ഇവിടെ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരിപ്പിട്ട് വെക്കണത് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ടും വെക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഇത് ഒരു സവാള, 2 വെളുത്തുള്ളി, ഒരു ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ക്രഷ് ചെയ്തോട്ടെ. ഞാൻ സാധാരണ എൻ്റെ എല്ലാ മെഴുക്കുവരട്ടിയിലും ഞാനിങ്ങനെ ചെയ്യാറ്. ഒന്ന് സവാള എടുത്ത് ക്രഷ് ചെയ്യും. വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ചതച്ച് വെച്ച ക്രഷ് ചെയ്തിട്ട് സവാള വെളുത്തുള്ളിലേക്ക് ഇടുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിന് സ്പൂണിട്ട് കുറച്ച് മുളക് പൊടി ഇപ്പോഴും കുറവ് ഉപയോഗിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മോൻ കഴിക്കൂലായിരിക്കും. കഴിക്കാതിരിക്കാനൊരു റീസൺ നോക്കണതാണ്. എന്നിട്ട് ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ കൊഴുപ്പച്ചീര ഇടും. ഞാനിവിടെ പൊടിയുപ്പല്ലാത്ത കാരണം കുറച്ച് ഉപ്പുനീര് ഒഴിക്കും. തേങ്ങ ഇടുമ്പോൾ ഞാൻ തേങ്ങയിൽ ഉപ്പിട്ട് ക്രഷ് ചെയ്യാറ്, തേങ്ങയില്ല അപ്പോൾ ഞാൻ ഉപ്പുനീര് ഒഴിക്കും. ഞാൻ ഇത്തിരി ഉപ്പുനീര് ഒഴിക്കാൻ കേട്ടോ, ഉപ്പ് നോക്കിയിട്ട് ബാക്കി കുറച്ചും കൂടി ഒഴിക്കണം. ഞാൻ നേരത്തെ കുക്കറി വെച്ച പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് ഇതിലിടും, ബാക്കി ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ഇത്രയും പരിപ്പ് ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ, ബാക്കി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഇല്ല ഇപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്, ഇനി വേണ്ട ഇത് മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊഴുപ്പച്ചീര മെഴുക്കുവരട്ടി. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ.